വിശുദ്ധ റഫായേൽ മാലാഖയുടെ മധ്യസ്ഥതയാലുള്ള നൊവേന പ്രാർത്ഥന. വിശുദ്ധ തോബിത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത്. ഈ ബൈബിൾ പുസ്തകത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ അയച്ച് വലിയ തോബിയാസിൻ്റെയും റഹുവേലിൻ്റെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. വലിയ തോബിയാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നു. ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും അവന് സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും വിശുദ്ധ റഫായേൽ മാലാഖ സഹായിക്കുന്നു. അവന് രഘുവേലിൻ്റെ പുത്രി സാറായെ ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്നു. സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദൂസ് പിശാചിനെ പുറത്താക്കി വലിയ അനുഗ്രഹം ആ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകുന്നു. ഒപ്പം ചെറിയ തോബിയാസിനും സാറായ്ക്കും അവരുടെ മക്കളോടും ചെറുമക്കളോടുമൊത്ത് ജീവിക്കുവാനും ആരോഗ്യത്തോടു കൂടി ആയിരിക്കുവാനുമുള്ള അനുഗ്രഹം കൊടുക്കുന്നു. 117 വർഷം ചെറിയ തോബിയാസ് ജീവിച്ചിരുന്നതായിട്ട് പറയുന്നു. ഒപ്പം ഈ ചെറിയ തോബിയാസ് തൻ്റെ അമ്മായപ്പനെയും അമ്മായിയമ്മയെയും വളരെ നന്നായിട്ട് നോക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ പുസ്തകത്തിൽ പ്രത്യേകമായി കാണുന്നു. ഈ അനുഗ്രഹം തോബിത്തിനും റഘുവേലിൻ്റെ കുടുംബത്തിനും മാത്രമുള്ളതല്ല. ബൈബിളിൽ എന്തെല്ലാം അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ അതൊക്കെ നമുക്കും ബാധകമാണ്. അപ്പോൾ അതെല്ലാം അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് നമ്മളിപ്പോൾ ഈ നൊവേന പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ 9 പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് കാണുക, തോബിത്ത് മനമുരുകി പ്രാർത്ഥിച്ചപ്പോൾ തോബിത്തിൻ്റെ മനസ്സിലേക്ക് ചില ഓർമ്മകൾ, അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ കടന്നു വരികയാണ്. താൻ പണ്ട് കാലത്ത് തൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പണം തിരിച്ചു കൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ ദൈവം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹം, നമുക്കും ഇതുപോലെ അനുഗ്രഹത്തിൻ്റെ വഴികൾ, ചില വ്യക്തികളെ ഓർമ്മപ്പെടുത്തുവാൻ, ചില സ്ഥലങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ദൈവം ഈ പ്രാർത്ഥന വഴി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധ റഫായേൽ മുഖ്യദൂതനെ നൽകിയ അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ യാത്രയ്ക്കും അവിടുന്ന് അങ്ങയുടെ ദൂതനെ അയച്ചനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും നൽകുവാനും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കാനായിലെ വിവാഹ വീട്ടിൽ സേവകർ 6 കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചപ്പോൾ ഈശോ അനുഗ്രഹിച്ചപ്പോൾ അത് വീഞ്ഞായി തീർന്നതുപോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ കൽഭരണികളിൽ മനസ്സുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ഈശോ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കർത്താവായ യേശുവേ, വിശുദ്ധ റഫായേൽ മാലാഖ വഴി ചെറിയ തോബിയാസിനും സാറായ്ക്കും വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതിയുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ, വിശ്വസ്തരായ വിശ്വാസമുള്ള വധുവരന്മാരെ നൽകുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുക. തോബിയാസിൻ്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവേ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ റഫായേൽ മാലാഖയുടെ ഇടപെടലുകളാൽ തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവേ, ചെറിയ തോബിയാസിനെ ആ വിവാഹത്തിലേക്ക് അന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ച കർത്താവേ, വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊച്ചു തോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ അയച്ചു തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായെയും തോബിയാസിനെയും രക്ഷിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവേ, സാമൂഹിക നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ റഫായേൽ മാലാഖയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോബിയാസിനും സാറാക്കും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവേ, അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുമക്കൾ വളർന്നു വലുതായി നല്ല ഉദ്യോഗത്തിലായിരിക്കുവാനും സാമ്പത്തികമായും ആത്മീയമായും ഉണർന്നു വരുവാനും അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽസ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ റഫായേൽ മാലാഖയുടെ മധ്യസ്ഥം വഴി ദൈവത്തിന് നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. കാനായിലെ വിവാഹ വിരുന്നിൽ 6 കൽഭരണികളിലെ വെള്ളത്തെയും വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ 6 പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. 1ഉം 2ഉം പ്രാർത്ഥനകൾ പ്രത്യേക റിസർവ്ഡ് പ്രാർത്ഥനയാണ്. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള എല്ലാ പ്രാർത്ഥനകളും ഈശോ കേൾക്കും. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ ആ രീതിയിൽ സാഹചര്യമാണെങ്കിൽ കൈകൾ വെച്ച് വിരലിൽ 1ാമത്തെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എൻ്റെയും എൻ്റെ കുടുംബത്തെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കണമേ, ശക്തനാക്കണമേ, ശക്തയാക്കണമേ. അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ മുകളിൽ കുരിശ് വരയ്ക്കുക, സീൽ ചെയ്യുക. ഒപ്പം കൈവെള്ളുകളിൽ കുരിശ് വരയ്ക്കുക. 2ാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും എന്നെ ശക്തമാക്കണമേ, എൻ്റെ കുടുംബത്തെ ശക്തമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ 2ാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശ് അടയാളം വരയ്ക്കുക, കൈവെള്ളുകളിൽ കുരിശ് വരയ്ക്കുക. 3, 4, 5, 6 പ്രത്യേകമായ പ്രാർത്ഥനകൾ എന്തു തന്നെ ആയിക്കോട്ടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ 3ാമതായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മേൽ അവരുടെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി അവർക്ക് നൽകുമാറാകണമേ. ഈ പ്രാർത്ഥന സഫലീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, അവരുടെ 3ാമത്തെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ.
കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശ് വരയ്ക്കുക. മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കൈവെള്ളുകളിൽ കുരിശ് വരയ്ക്കുക. നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ വിരൽ വയ്ക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് പൗരോഹിത്യത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ യേശുവിന്റെ നാമത്തിൽ ഈ നാലാമത്തെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കുരിശ് കൈവച്ച് ഭാഗത്ത് കുരിശ് വരയ്ക്കുക, കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക. അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക. കർത്താവായ ഈശോയെ അഞ്ചാമത്തെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയുമായിക്കൊള്ളട്ടെ, അങ്ങേക്കറിയാമല്ലോ. ഈ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ, സഫലീകരിക്കപ്പെടട്ടെ. ഈ പ്രാർത്ഥനയുടെ പൂർണ്ണത സംഭവിക്കുമാറാകട്ടെ. അങ്ങനെ അവർ സാക്ഷികളായി തീരട്ടെ. ഇപ്പോൾ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശടയാളം വരയ്ക്കുക, ഒപ്പം കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക. ആറാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക. കർത്താവായ ഈശോയെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ പ്രാർത്ഥിക്കുന്നു. ഈ ആറാമത്തെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സംഭവിക്കുമാറാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ആറാമത്തെ വിരൽ പ്രാർത്ഥനയുടെ അവിടെ വിരൽ കൊണ്ട് കുരിശ് വരയ്ക്കുക, കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക. 6 പ്രാർത്ഥനകളിലെയും സഫലീകരണത്തിനായി ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവായ യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്നും, എല്ലാ രോഗപീഠകളിൽ നിന്നും, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും, പൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ 6 പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ. അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും, ദുഷ്ടന്റെ കെണികളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ആക്സിഡന്റുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടൊത്തും നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓർക്കുക, നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. എല്ലാ ദിവസവും 5 മണിക്ക് യൂട്യൂബിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പിൽ വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക. വാട്സപ്പ് നമ്പർ 7385053202. ഈ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഈ നൊവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അയച്ചു കൊടുക്കണമേ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ നൊവേന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതുവഴി നിങ്ങളും അവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡബിളായി നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദിവസവും സമയം രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക. അതുവരേക്കും വിശുദ്ധ മാലാഖയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും, നമ്മുടെ കാവൽ മാലാഖമാരുടെയും സകല വിധം മാലാഖമാരുടെയും നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നാം എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.